പ്രൈസലോ. ഞാൻ കർണാടകയിൽ നിന്ന് പറഞ്ഞതാ. എനിക്ക് മലയാളം അത്ര ഫ്ലുവൻസി ഇല്ല, തെറ്റ ക്ഷമിക്കണം. പ്രൈസലോ. എനിക്ക് ഈ ധ്യാനം കുറേ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല എന്നിൽ കുറേ ചിന്തകൾ വേറെ മാറി ചിന്തിക്കാമെന്നുള്ള കൃപ നൽകി. പ്രത്യേകിച്ച് യോഹാൻസ്ലിയുടെ 3-4 ആ സുവിശേഷത്തെ എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്നെ കുറേ സ്ട്രൈക്ക് ചെയ്തു. അതായത് നിക്കോമോദേസ് ഒരു പരിസഹനായിരുന്നതുകൊണ്ട് അവനോട് ഈശോ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പഴയ നിയമങ്ങളെല്ലാം എടുത്ത് പറഞ്ഞ് അവനോട് സംസാരിച്ചാലും പക്ഷെ അവൻ്റെ ഉള്ളിൽ യാതൊരു കയറിയില്ല. മാത്രമല്ലാതെ അവനൊരു മാറ്റമുണ്ടായിരുന്ന അങ്ങനെയാണ് അവൻ തിരിച്ചു പോയത്. പക്ഷെ അതേ സമാരിയ സ്ത്രീ അവളുടെ ജീവിതത്തിലേക്ക് ഈശോ പറഞ്ഞ ഒരു വാക്ക് അവളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. മാത്രമല്ലാതെ അവളൊരു അപ്പം തന്നെ ഒരു സുവിശേഷിയായി മാറി. ആ ലോകം മുഴുവൻ, ആ പ്രദേശം മുഴുവൻ ഈശോയുടെ അടുത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ കൃപ ആ മകൾക്ക് ആ സമയത്ത് കിട്ടി. അതുപോലെ തന്നെ പൗലോസ്ലേയ ഒരു പരിസയനായിരുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഈശോ തൊട്ടപ്പോൾ അവൻ പൂർണ്ണമായി ആ പരിസയ മനോഭാവത്തിൽ നിന്നേക്ക് മാറ്റിയെടുത്തപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം കുറേ നന്മകൾ ചൊരിഞ്ഞ സന്ദേശങ്ങൾ 14 ലേഖനങ്ങൾ എഴുതാൻ അവൾ വലിയ കൃപ നൽകി അനുഗ്രഹിച്ചു. ഇതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള പരിസായ മനോഭാവത്തെ ആദ്യം ഞാൻ എടുത്താൽ മാത്രം ആദ്യം എൻ്റെ കുടുംബത്തിലെ സമാധാനം, മാത്രമല്ലാതെ ഞാൻ ചെയ്യുന്ന ഓരോ ജോലിയിലും ഈശോയെ പ്രഘോഷിക്കാൻ സാധിക്കും. മാത്രമല്ലാതെ ഈശോയോട് സംസാരിക്കാന്നുള്ള ഈ 2-3 ദിവസത്തിലെ കാലത്ത് 4 മണിക്ക് എനിക്ക് വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുറേ ഉൾക്കാഴ്ചകളത് എൻ്റെ ജീവിതത്തിൽ തന്നു. അതിനൊക്കെ നന്ദി പറയുന്നു. 1.5 കൊല്ലമായിട്ട് എൻ്റെ പണി പോയി. ജോലി ഇല്ലാതിരിക്കുമ്പോഴാണ്, ഞാൻ കുറേ വിഷമിച്ചിരിക്കുമ്പോഴാണ് ബ്രദർ പറഞ്ഞത്, പേടിക്കേണ്ട, ദൈവത്തിന് ആ പണി പോയതിന് പ്രൈസ് ദി ലോർഡ് പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.